ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇത് കണ്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ ഇത് എന്തിനു വേണ്ടിയുള്ള പുറപ്പാടാണെന്ന്. ഇത് ചക്കച്ചുളയാണ് പഴുത്തത്. ഞാൻ അതിൻ്റെ കുരുവെല്ലാം എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ചേരുവകളൂടെ നമുക്ക് വേണം, അതൊന്ന് പരിചയപ്പെടാൻ പോവാം. തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്. ഈ ചക്ക കൊണ്ടൊരു ഉണ്ണിയപ്പമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എള്ളെടുത്തിട്ടുണ്ട്, ശർക്കര മധുരത്തിന് ആവശ്യമായിട്ടുള്ളത്. ഇനി മധുരം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ചക്കയ്ക്ക് നല്ല മധുരമുണ്ട്. ഷുഗറൊക്കെ ഉള്ളവർക്ക് പ്രത്യേകിച്ച് മധുരം ചേർക്കേണ്ട കാര്യമില്ല. പിന്നെ അരി പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഏലയ്ക്ക ആവശ്യത്തിനുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് തയ്യാറാക്കിയാൽ ഉണ്ണിയപ്പത്തിന് വേണ്ടുന്ന ചക്കച്ചുള നമുക്ക് ജാറിലോട്ടിടാം. ഇനി ഇതിൻ്റെ കൂടെ അരിയും ശർക്കരയും കൂടെ നമുക്ക് അരച്ചെടുക്കാം. നല്ലൊരു ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഏലയ്ക്ക അങ്ങിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുവരെയും ചക്കയുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. ആവശ്യത്തിന് മധുരം ചേർക്കാം. ഞാൻ വളരെ കുറച്ച് മധുരമേ ചേർക്കുന്നുള്ളൂ. നമുക്കറിയാം ചക്കയ്ക്ക് മധുരമാണ്, ഒരുപാട് മധുരം ഇല്ലാതിരിക്കുന്നതാണ് ടേസ്റ്റ്. നമുക്ക് ഇനി ഇതിനകത്തോട്ട് നമുക്ക് പൊടിച്ചരി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം നമ്മുടെ മുമ്പോട്ടുള്ള ഒരു പോക്കിന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അറിയിക്കുക. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കയും അരിയെല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം കുറച്ച് നേരം ഞാൻ പെർമനൻ്റ് ആവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് പഴയ നമുക്ക് എള്ളിടാം, തേങ്ങ വറുത്തതുകൂടെ ഇട്ടു. നമ്മൾ അരിയുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് പോലെയുള്ള ടേസ്റ്റാണ്. പഴത്തിന് പകരം നമ്മൾ ചക്ക ചേർക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എന്താ ഇനിയിപ്പം ചക്കയുടെ സീസണൊക്കെയാണ്. നമുക്ക് ചക്കപ്പഴമൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി ഒരു നേരത്തെ സ്നാക്സായിട്ട് ഉപയോഗിക്കാം. എന്തെങ്കിലും വിരുന്നുകാരൊക്കെ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ ഒക്കുന്നൊരു. അപ്പം നമ്മൾ അപ്പക്കാര ചൂടായിട്ടുണ്ട്. നമ്മൾ ഇച്ചിരി നെയ്യും വെളിച്ചെണ്ണയിലാണ് ചേർത്തേക്കുന്നത്. മാവ് ഒഴിച്ച് കൊടുക്കാം.
അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചക്ക ഉണ്ണിയപ്പം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. നമ്മൾ പഴം കൊണ്ട് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. ചേരുവ ചക്കയാണെന്നുള്ളതേ ഉള്ളൂ. നല്ല മയമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.